പ്രേക്ഷക മനസ്സിൽ ഇടം നേടി IFFK ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. നമസ്കാരം. കേരളത്തിൻ്റെ അഭിമാനമായ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം 30-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 30 വർഷത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ ഏഷ്യയിൽ തന്നെ, പക്ഷേ ലോകത്തിൽ തന്നെ ഇത്രയധികം സിനിമാ പ്രേമികൾ, വലിയ ഫെസ്റ്റിവലുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഇത്രയധികം സിനിമാ പ്രേമികൾ ഒത്തുകൂടുന്ന ഒരു ചലച്ചിത്രോത്സവം ഈ ലോകത്തുണ്ടോ എന്ന് അറിയില്ല. അത്രയധികം സിനിമാ പ്രേമികൾ. നമ്മുടെ കൊച്ചു രാജ്യമാണ്, കൊച്ചു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പക്ഷേ 15,000-ലധികം വരുന്ന സിനിമാ പ്രേമികളാണ് 8 ദിവസം ഇവിടെ കേരളത്തിൻ്റെ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ ഒഴുകിയെത്തുന്നത്. പലപ്പോഴും രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് വളരെ പ്രസക്തമാവുകയാണ് കേരളത്തിൻ്റെ ഈ രാജ്യാന്തര ചലച്ചിത്രോത്സവം. ഇന്ത്യയിൽ തന്നെ പല ചലച്ചിത്രോത്സവങ്ങളും നമുക്കറിയാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് IFFK അതിൻ്റെ ഏറ്റവും നല്ല ഔന്നത്യം പുലർത്തുന്നതും. തീർച്ചയായിട്ടും ഇത് സിനിമയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന, സിനിമയെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, സിനിമയെ പ്രണയിക്കുന്നവർക്ക് ഒരു വലിയ അനുഭവം തന്നെയാണ് IFFK. കൂടുതൽ IFFK മൂല്യങ്ങൾ കൊണ്ടും സിനിമകളുടെ ഗുണമേന്മ കൊണ്ടും ശ്രദ്ധേയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മുപ്പതാമത് ചലച്ചിത്ര അക്കാദമി നടത്തുന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള നടക്കുകയാണ് ട്രിവാൻഡ്രത്ത്. നമുക്കൊരു 206 സിനിമയും വിയറ്റ്നാം ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്, കൺട്രി ഫോക്കസ്. 16 സ്ക്രീനുകളിലായിട്ട് ഇന്ന് 4ാമത്തെ ദിവസമാണ്. 19-ാം തീയതി ഇതിൻ്റെ അവാർഡുകളും ഒക്കെ ആയിട്ട് ഇത് കൊടിയിറങ്ങും. ഈ ഒരു തിരുവനന്തപുരത്തിൻ്റെ ഉത്സവത്തിലേക്ക് എത്താവുന്നവർ എത്തുക. സിനിമാ പ്രേമികളും സിനിമാ ആസ്വാദകരും സിനിമ പഠിക്കുന്നവർക്കും ഒക്കെ സ്വാഗതം. Hi, myself Anju Nair. ഇത് നമ്മുടെ 30th IFFK ആണ്. എല്ലാ വർഷവും ഡിസംബറിൽ ഞാൻ കലണ്ടർ മാർക്കപ്പ് ചെയ്യും, എന്നിട്ട് IFFKയിൽ മാക്സിമം വരാൻ നോക്കും. ഈ അടുത്ത വർഷങ്ങളിൽ എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ IFFKയും ഈ വർഷത്തെ IFFKയും ഓരോ വർഷം തോറും ഡിഫറെൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഇവിടെ ഈ ക്യാമ്പസ്, ടാഗോർ ഈസ് നോൺ ആസ് എ ക്യാമ്പസ് ഓഫ് ദിസ് ഫിലിം ഫെസ്റ്റിവൽ. അപ്പം ഓരോ വർഷം ചെല്ലുന്നോറും ഇന്റർനാഷണലി മോർ ഫിലിംസ്, മോർ വൈബ്രന്റ് കൈൻഡ്സ് ഓഫ് തിങ്സ് ആണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇതൊരു ഫെസ്റ്റിവൽ മൂഡാണ്. എവറി ടൈം ഇവിടെ വരുമ്പം തന്നെ എല്ലാവർക്കും അറിയാം, നേരത്തെ ഒരുപാട് ചാൻസസ് ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുണീക്നെസ് ഫൈൻഡ് ചെയ്ത് ഓരോ പ്രോജക്ട്സിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ന്യൂ പ്രോജക്ട്സ് ഇവിടെ വരുന്ന ഓരോരുത്തരും എന്ന് പറയുന്നത് മീഡിയയിൽ എന്തെല്ലാം പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നെറ്റ്വർക്ക് ചെയ്യാം എന്നുള്ള ഒരു പലരെയും മീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഐ ബിലീവ് ലൈക്ക് ഇത് ഇന്റർനാഷണലി ഓരോ വർഷം തോറും ഇതിന് ന്യൂ തിങ്സും ന്യൂ ഇംപ്ലിമെന്റേഷൻസും നമ്മുടെ IFFK അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് നടക്കുന്ന ഈ ഫെസ്റ്റിവൽ ലോകോത്തര നിലവാരത്തിലും വളരെ വലിയ നിലയിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ എവറി ഇയർ ഞാനിവിടെ വരാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. താങ്ക് യു.
IFFK ഈ വർഷം കൊള്ളൂല, എനിക്കിഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ 2 വർഷമായിട്ട് 2015 വരെയുള്ള IFFK കിടുമോ. 2016 ഞാൻ പിന്നെ വരാൻ തുടങ്ങിയില്ല, കാരണം ഒരു വൈബില്ലാത്തതുകൊണ്ട്. ഇപ്പം അത് IFFK അല്ല, സിനിമ കാർണിവലാണ്. സിനിമകൾ പോലും ഇതാരാ തിരഞ്ഞെടുക്കണമെന്ന് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ വർഷം പിന്നെ ഇതിനെയും കാട്ടി നല്ല സിനിമകളുണ്ടായിരുന്നു. ഈ വർഷം ഒട്ടുമില്ല, നമുക്ക് ആരുമില്ല, പഴയൊരു വൈബൊന്നുമില്ല. ശരിയല്ലേ? രാത്രിയാകുമ്പോൾ പുറത്തുനിന്ന് ആരൊക്കെ വരുന്നുണ്ട്, ഇതിൽ എത്ര പേരാണ് സിനിമ കാണാൻ വരുന്നത്? എന്തായാലും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വരും വർഷങ്ങളിൽ വളരെ മികച്ച രീതിയിൽ IFFK ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടത്തുവാൻ സംഘാടക സമിതിക്ക് കഴിയട്ടെ എന്ന് തേർഡ് ഐ വിഷൻ ആശംസിക്കുന്നു.